ഷാജാൻ വീട്ടിൽ വരുന്നത് ഇങ്ങനെ ക്രീം ഇത് നക്കിയോനില്ലേ, ഞാൻ അപ്പൊ കാണുമ്പോ എന്താ കാണുന്നത് അറിയാം. ഷാജാൻ വന്ന് ഞാൻ എടാ ഇവര് വന്ന് താറക്ക മുമ്പിലുണ്ട്, അപ്പുറത്ത് കുറെ നോക്കുമ്പോണ്ട് നീലക്കൂലെന്തോ എടുക്കുന്നുണ്ട്. എടാ വാറ ഇറങ്ങി വാടാന്ന് പറയുന്നുണ്ട്. ഞാൻ അതിനെ വിളിച്ച് ഞാൻ അതെന്തോ ബെഡുമ്പോ കിടക്കും എന്തോ ചെയ്യും, ഞാൻ അതിനെ വിളിച്ച് എന്നിട്ട് ഞാൻ ഇവര് പുറത്തു വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ റാംബോ ഇറങ്ങി വന്ന് എന്താ ഞാൻ പറഞ്ഞു ഇവര് പുറത്തുണ്ടാ ഷമീര ഒരു സിഗരറ്റ് എടുത്താ, ഷമീർ ഒരു സിഗരറ്റ് എടുത്താ. ഞാൻ വിചാരിച്ച് സീന് നടക്കാൻ പോവാണ് ഇവിടെ, എന്താ ഇനി കേരളം കത്തുന്ന സീൻ നടക്കാൻ പോവാ. ഷാജാൻ വെല്ലുവിളിച്ചിട്ട് ഇവിടെ വരികയാണ്, നമ്മളൊക്കെ മുന്നേലാ ഉള്ളത്. ഇവൻ എന്താ ചെയ്താ അറിയാ, സിഗരറ്റ് എടുത്തിട്ട് രണ്ടാം നിലയിൽ പോയിട്ട് മമ്മൂന്റെ ഒരു ബാത്റൂം ഉണ്ട്, അതായത് മമ്മൂന്റെ ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ ആറോട്ടും കൂടി, അതായത് നമ്മളെ വീടിന്റെ മുമ്പ് അവിടെ വരുന്ന ആൾക്കാരെ കാണാം. അവിടെ പോയിട്ട് ഞാൻ ബേക്കിലോട് ഞാൻ വെച്ച് മുകളിൽ പോയിട്ട് എന്തെങ്കിലും കമ്പി എന്തെങ്കിലും എടുക്കാൻ പോവാന്ന് നോക്കുമ്പോണ്ട് അവിടെ ഒരു ബക്കറ്റ് തിരിച്ചിട്ട് ഞാൻ വെച്ച് ഇനിയിപ്പോ ബക്കറ്റ് എടുത്ത് അടിക്കാൻ പോവാണോ, ബക്കറ്റ് തിരിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് സിഗരറ്റ് വെച്ചിട്ട് ഞാൻ വെച്ചു എടാ റാംബോ എന്താ ചെയ്യണ്ടേ, എന്താ ചെയ്യാ, ഞാനത് നോക്കി എന്താ ചെയ്യാ കേട്ടാ. നമ്മളെ കാര്യങ്ങളൂടെ നിങ്ങൾ കേക്ക്, എല്ലാണ്ട് അപ്പുറത്തുള്ള മാത്രം ഓല ഉണ്ടാവുന്നല്ലേ. അല്ല ഞാൻ പറയാം, എല്ലാം പറയാം. ഓലന്റെ കാര്യം എന്താന്നറിയാം, ഓലന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ സംഭവിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെരുന്നാൾക്ക് നാട്ടിൽ പോയിട്ട് ഇത് ഈ ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോൺ ഞാൻ അവിടെ യൂസ് ചെയ്ത ഫോണാണ്. ഇവനിക്ക് ഇപ്പോൾ എവിഡൻസ് ആയിട്ട് പറയുന്ന കേൾപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി എൻ്റെ കോൾ റെക്കോർഡുകളാണ്. ഞാൻ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ റെക്കോർഡാണ്. ഞാനോട് ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു ഡിക്ലറേഷൻ പറയാം, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ വോയിസ് കേൾപ്പിക്കാൻ. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവിടെ ചോദിച്ചു ഇവൻ കാര്യം പറഞ്ഞു, ഇവൻ്റെ അടുത്തൊരു 350 റുപ്യ ഞാൻ 3000 സംതിങ് റുപ്യ ഉണ്ടായിരുന്നു, ആ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഷമീറിനോട് എന്തിനു ചോദിച്ചു, ഓലക്കെന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നൈസായിട്ട് അങ്ങ് ആരാ ഇത് കട്ട് ചെയ്ത് അതിന്റെ ബേക്കിൽ ആരാന്നറിയില്ല, നീ അതിന് അത്രയും മാസം പറയുന്നത് ആയിക്കൂലേ, നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത്. എടാ ഞാൻ ഇന്നവര് സാധനം യൂസ് ചെയ്യില്ല, അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ എപ്പം എവിടെ കണ്ടുകഴിഞ്ഞാൽ എന്ത് കണ്ടുകഴിഞ്ഞാൽ ഒരു സാധനം യൂസ് ചെയ്യില്ല, അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ എപ്പം എവിടെ കണ്ടുകഴിഞ്ഞാൽ എന്ത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറയും, അതായത് എടാ എന്തിനാണ് വെറുതെ. ഞാൻ ഒരു മമ്മൂനോട് ഞാൻ പറഞ്ഞു, എടാ മമ്മു അവിടുന്ന് ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണ്ടേ, നമ്മളെ കാര്യങ്ങൾ അടിപൊളിയാക്കണ്ടേ, വീഡിയോസും റീലും കാര്യങ്ങളും ബ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണ്ടേ, എന്തിനാടാ ഇതിനു വേണ്ടി പൈസ കൊടുത്തത്, അതിന്റെ ആവശ്യം ഉണ്ടായോ, ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഭാഗം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത്. പിന്നെ ഞാൻ യൂസ് ചെയ്തെന്നുള്ള രീതിയിൽ അപ്പം നീ ഇത് കാണുന്നുണ്ടടാ, നിനക്കെന്നെ അറിയാം ഞാൻ അവിടുന്ന് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാളാണ്, എന്തിനാടാ പച്ചക്കുള്ള ആൾക്കാരെ മുമ്പ് പോയി പറയുന്നത്. ഞാൻ എന്താ ഇന്ന് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തല സാറോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അഡ്വാൻസ് ടെസ്റ്റോ പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതാ എന്റെ മേത്ത് ടെസ്റ്റ് ചെയ്തോ, ഞാൻ തയ്യാറാണ്. ഞാൻ എടുത്ത പബ്ലിക്കലി ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഇതാ ഞാനിപ്പോ അവസാനമായിട്ട് എടുത്തൊരു ഫോണുണ്ട്, ഐഫോൺ, എന്റെ മാക്ബുക്കും ക്യാമറയും വിറ്റിട്ട് പിന്നെ ഈ സിനിമ എടാ നിയാദ് എവിടുന്നെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്നയച്ചാ എന്റെ ഉമ്മ നല്ല രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല, എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്, എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ, നമുക്ക് വേറെ വഴിയില്ല.